ഞാനും ആനിയും കൂടെ പ്രീമിയറിൽ പോയതാണ്. ഇവളുടെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കലാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി. അപ്പം സാധാരണ ഈ പ്രീമിയർ എന്ന് പറയുന്നത് ഭയങ്കര കത്തിയൊരു സ്ഥലമാണ് കേട്ടോ. കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. പക്ഷെ ഈ പിള്ളേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്തെറ്റിക്സ് ആണ് അവർ നോക്കുന്നത്. എസ്തെറ്റിക്സ് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ സാധാരണ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വന്നാലും ഒരു 1000-2000 രൂപ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് പോക്കറ്റ് മണി കൊടുക്കും. അപ്പോൾ ഈ പോക്കറ്റ് മണിന്ന് വേണം ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇവള് കുറേ നാളായിട്ട് കൂട്ടി വെച്ചിരുന്ന പോക്കറ്റ് മണിയിൽ നിന്നാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുടച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാകത്തില്ല. ഇതെല്ലാം ഉണ്ടോ? ഇതേ ഇതിന്റെ കുറെ സാധനമൊക്കെ ഇതിന്റെ അകത്തുനിന്ന് പോയി. എല്ലാം ഉണ്ടോ നോക്കി. അപ്പൊ നമുക്ക് അപ്പൊ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ പിള്ളേർക്ക് പോക്കറ്റ് മണി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ഒതുക്കം വരും. മൂത്തവർക്ക് ഞാനിങ്ങനെ പോക്കറ്റ് മണി അത് ഞാൻ ഇവള് പൈസ കൈകാര്യം ചെയ്യാൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാ. എന്നിട്ട് പിന്നെ ഇതുപോലത്തെ ഈ വക ഇത് കണ്ടില്ല, ഇതൊക്കെ എത്ര രൂപയാണ്? 200. ഇറ്റ്സ് വെരി ചീപ്പ് എന്നാണ് ഇവള് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചെന്നിട്ട് കണ്ണുടച്ചങ്ങ് മേടിച്ചു കളയും. അപ്പൊ ഇപ്പം മൂത്തവർക്കും ഇവർക്കും ഒരു ചെറിയ എമൗണ്ട് എല്ലാ മാസവും കൊടുക്കും. അത് കൂട്ടി വെച്ചിട്ടാണ് ഇവരിപ്പോ പോയി വാങ്ങിക്കുന്നത്. അല്ലാതെ വാങ്ങിക്കുന്നുണ്ടത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ വാങ്ങിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു പിടുത്തമുണ്ട്. ഇവക്കാണെങ്കിലും ഒരു 10,000-2000 രൂപയുടെ സാധനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ പറ്റത്തില്ല, എന്റെ ബഡ്ജറ്റിൽ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് അവളങ്ങ് മാറ്റി. അതുപോലെ അന്നയുടെ കേസിലാണെങ്കിൽ അന്നയ്ക്ക് ഇപ്പം പൈസ കൊടുത്തത് വെച്ചിട്ട് ആ പൈസ കൂട്ടാനാണ് അവൾ ശ്രമിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു ഇച്ചിരി പൈസ പോകുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം. പിന്നെ ഒത്തിരി ആലോചിച്ചിട്ടൊക്കെ അവൾ പൈസ ചെലവാക്കത്തുള്ളൂ. അപ്പൊ ഇത് നല്ലൊരു ടിപ്പാണ്. ഈ പിള്ളേരെയും കൊണ്ട് പുറത്തു പോയി നമ്മുടെ പൈസ കാലിയാക്കുന്നതിനെക്കാട്ടിലും ഇവർക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് എല്ലാ ദിവസവും എല്ലാ മാസവും കൊടുക്കുവാണെങ്കിൽ പിന്നെ ഇതുപോലത്തെ അലുക്കുലത്തെല്ലാം അതിൽ നിന്ന് വാങ്ങിക്കാൻ പറയുവാണെങ്കിൽ ജസ്റ്റ് ഷെയറിങ് ആൻ ഐഡിയ.